So നമ്മൾ ഇന്ന് സെക്ഷൻ 13.2 വരുന്നു. So here we are going to discuss limits and continuity of a multivariable function. So നമ്മൾ സ്കൂൾ ലെവലിൽ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റിനെയും കണ്ടിന്യൂറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസിഡർ എ ഫംഗ്ഷൻ y is equal to f of x and we know that it is a function of one variable. So one variable ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോന്ന് അറിയണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യുമായിരുന്നു. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയും. റൈറ്റ്? സോ ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. വി ഹാവ് എ ഫംഗ്ഷൻ y is equal to f of x and we have a point x naught here. Now in order to check whether the limit of this function exists at x naught, we'll check LHL. That means left hand limit. Limit x tends to x naught മൈനസ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് മീൻസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അതായത് എക്സ് നോട്ടിനെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണ് എക്സ്, അതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതുപോലെ എക്സ് നോട്ടിനെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനിൽ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എക്സ് നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്യാൻ രണ്ട് മാർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നിലോ അത് ലെഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റൈറ്റ് ആയിരിക്കും. ബട്ട് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ലിമിറ്റ് ഓഫ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ ദാറ്റ് ഹാസ് 2 or 3 വേരിയബിൾസ്. സോ അവിടെ നമുക്കറിയാം അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്ന ആർ ക്രോസ് ആർ ആണ്. ഇവിടെ ഡൊമെയിൻ ആർ ആയിരുന്നു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനിൽ, ഇവിടെ ആർ ക്രോസ് ആർ ആണ്, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യാൻ there are infinitely many ways എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. there are infinitely many ways. ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനിൽ നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളായിരുന്നു, ലെഫ്റ്റും റൈറ്റും. റൈറ്റ്? ബിക്കോസ് അവിടെ ഡൊമെയിൻ ആറിലോട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. എന്നാൽ ഇവിടെ അത് എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് എക്സ് വൈ പ്ലെയിനിലെ ഒരു പോയിന്റിനെ അപ്രോച്ച് ചെയ്യാൻ ഇൻഫിനിറ്റ്ലി മെനി വേയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എലോങ് ഏതെങ്കിലും ഒരു കർവിലൂടെ നമുക്ക് എക്സ് വൈയെ എക്സ് നോട്ട് വൈലോട്ടിലോട്ട് കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് there are infinitely many ways in which xy can approach to x naught y naught. That means along any curve, right? So the point here is there is only 2 directions from which x can approach to x naught. അത് ലെഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ റൈറ്റ് ആയിരിക്കാം. But here there are infinite ways in which xy can approach to x naught y naught. അപ്പോൾ നമ്മളൊരു കേർവിലൂടെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ പറയാം. ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻഫിനിറ്റ്ലി മെനി ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലൂടെ എക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്താലും ലിമിറ്റിൻ്റെ വാല്യൂ സെയിം ആയാൽ മാത്രമേ മൾട്ടി വേരിയബിൾ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് പറയുള്ളൂ. ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിളിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും സെയിം ആയാൽ മതി. അവിടെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഈക്വൽ ആണോ നോക്കിയാൽ മതി. എന്നാൽ മൾട്ടി വേരിയബിൾ ഫംഗ്ഷനിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും മാത്രം പോരാ, ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി വേയ്സ്. റൈറ്റ്? അപ്പോൾ ഏത് വഴിയിലൂടെ എക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ടിലോട്ട് എത്തിയാലും വാല്യൂസ് എല്ലാം സെയിം ആയാൽ മാത്രമേ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി വേയ്സ് ആൻഡ് ഫ്രം ഓൾ ദ വേയ്സ് ദ ലിമിറ്റ് ഷുഡ് ബി സെയിം. ദെൻ ഓൺലി വി സേ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എക്സിസ്റ്റ്. സോ എക്സാമ്പിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഇനി നമ്മൾ ഒരു കേർവിലൂടെ എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സോ ഫൈൻഡിങ് ലിമിറ്റ് അലോങ് എ കർവ്. So if C is a smooth parametric curve in 2 space or 3 space that is represented by the equations x is equal to x of t and y is equal to y of t. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് 2 സ്പേസ് ആണ്, അതേപോലെ ഇത് 3 സ്പേസ് ആണ്. 3 സ്പേസ് വരുമ്പോൾ 3 വേരിയബിൾസ് വരും. ആൻഡ് പാരാമീറ്റർ ഇസ് t ഹിയർ. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് കാണും. ഇത് 2 സ്പേസിലും ഇത് 3 സ്പേസിലുള്ള ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റാണ്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് അലോങ് സി ഇൻ 2 സ്പേസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. അതുപോലെ ലിമിറ്റ് xy z tends to x naught y naught z naught, അത് along C,
f of xy z is equal to limit t tends to t naught f of x of t y of t z of t. Now let's do some examples based on this definition. So here is an example question. Evaluate the limit of the function f of xy is equal to minus xy by x square plus y square as xy tends to 0 0 along. So ഇവിടെ x0 y0 എന്ന് പറയുന്നത് origin ആണ് 0 0 ആണ്, right? Now along x-axis, y-axis, along the line y is equal to x, along the line y is equal to minus x, and along the parabola y is equal to x square. So ഇത് നമുക്ക് ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. So in the first case x-axis ആണ്. So x-axisൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എഴുതണം. പാരാമെട്രിക് ഇക്വേഷൻ മീൻസ് നമ്മൾ എക്സിനെയും വൈയെയും ഒരു സിംഗിൾ വേരിയബിളിൻ്റെ ഫംഗ്ഷനിൽ എക്സ്പ്രസ് ചെയ്യുക. സോ എക്സ് ആക്സിസിൽ നമുക്കറിയാം, എക്സ് ആക്സിലെ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത അവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമേ കാണുകയുള്ളൂ, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ എക്സിന് നമുക്ക് ടി എന്ന് കൊടുക്കാം, വേർ ടി ഈസ് ദ പാരാമീറ്റർ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 0. നൗ ലെറ്റ്സ് അപ്ലൈ ദ ലിമിറ്റ്. സോ നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ ഈസ്, ഓർക്കുന്നുണ്ടാവും, ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എന്നായിരുന്നു. സോ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി കോമ 0 എന്ന് വരും. യു നോ വൈ? ബിക്കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടിയും വൈ ഇസ് ഈക്വൽ ടു 0യുമാണ്. സോ അത് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. സോ അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് t0 ആവും. നൗ കണ്ടിന്യൂയിങ്, ഇറ്റ് ബിക്കംസ് ലിമിറ്റ് ടി ടെൻസ് ടു 0. സോ ഇറ്റ് ഇസ് മൈനസ് ടി ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. സി ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുന്നതാണ്, റൈറ്റ്? Okay, so that becomes what? It becomes limit t tends to 0. It is actually 0 by t square, and it is 0. See? Now let's do the second bit. Along y-axis, y-axisൽ ചെയ്യുമ്പോൾ നമുക്കറിയാം x 0യും y നമുക്ക് tയും കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് xy tends to 0 0 f of xy is limit t tends to 0 f of 0t. So it becomes limit t tends to 0 minus 0 into t divided by 0 square plus t square. Again it is 0. So along x-axis and y-axis the limits are the same. Now along the line y is equal to x. So അവിടെ നമുക്ക് xന് t എന്ന് കൊടുക്കാം. So y also becomes t. Why? Because y is equal to x, right? അപ്പോൾ limit xy tends to 0 0 f of xy becomes limit t tends to 0 f of t comma t. That becomes limit t tends to 0 negative t into t divided by t square plus t square. So it is limit t tends to 0 negative t square by 2t square. So it is limit t tends to 0 negative 1 by 2 എന്ന് വരും. ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ നമുക്ക് നെഗറ്റീവ് 1/2 ആണ് കിട്ടിയത്. അതേപോലെ അലോങ് ദ ലൈൻ y is equal to minus x വരുമ്പോൾ the parametric equation becomes x is equal to t എന്ന് കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് മൈനസ് ടി ആവും, റൈറ്റ്? സോ അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 f of xy becomes limit t tends to 0 f of t comma minus t. So it is limit t tends to 0 minus t into minus t divided by t square plus t square എന്ന് വരും. So it is limit t tends to 0. It's actually t square by 2t square, and t square and t square cancels, so you will get 1/2, and limit of the constant is constant. So ഇവിടെ നമുക്ക് along y is equal to x negative 1/2 കിട്ടി, along y is equal to negative x 1/2 കിട്ടി. So last case, along the parabola y is equal to x square. So ഇവിടെ നമുക്ക്
x is equal to 3 എന്ന് കൊടുക്കുമ്പോൾ y is equal to x square ആയതുകൊണ്ട് ഇത് t square ആവും. Now by definition limit xy tends to 0 0 f of xy is limit t tends to 0 f of t comma t square, right? So it becomes limit t tends to 0 minus t into t square divided by t square plus t square the whole square. So it is limit t tends to 0 negative t cube by t square plus t raised to 4 എന്ന് വരും. And of course you can take t square common from the denominator, so it becomes t square into 1 plus t square and cancel ആയി പോകും. So it becomes limit t tends to 0 negative t by 1 plus t square. It's actually 0 by 1 it's 0. So നമുക്ക് 5 കേസസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 കേസിൽ നമുക്ക് 0 ആണ് കിട്ടിയത്. മൂന്നാമത്തെ കേസിൽ നെഗറ്റീവ് 1/2, നാലാമത്തെ കേസിൽ 1/2 and the last case again 0. So this is how we find the limit along various curves.